ഇന്ത്യയിൽ ഇന്ന് വളരെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരു കോൺഗ്രസ് സർക്കാരിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മന്ത്രിയായിരിക്കുന്നു എന്നത്. അദ്ദേഹം മറ്റാരുമല്ല, CMPയുടെ കരുത്തുറ്റ നേതാവ് MBRൻ്റെ അരുമശിഷ്യൻ CP ജോണാണ്. അദ്ദേഹം MLA ആയി, ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് ഇന്നത്തെ വാർത്താ വിശകലനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ എളിയ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായും സന്തോഷവാനാണ് ഞാൻ. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വളരെ പഴയ വേരുകളും ബന്ധങ്ങളും ഉണ്ട്. 91 തന്നെ സഖാവ് MVR തിരുവനന്തപുരം ജില്ലയുടെ MLAയും മന്ത്രിയുമായിരുന്നു. വീണ്ടും 2001 അദ്ദേഹം MLAയും മന്ത്രിയുമായിരുന്നു. ഇപ്പൊ CMP വീണ്ടും 3ാം തവണയും തിരുവനന്തപുരം സെൻട്രൽ എന്ന് വിളിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ MLA ആയി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 35 വർഷമായി ഇതിനിടയിൽ 3 തവണ ഈ നഗരത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ഞങ്ങളുടെ പാർട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ നഗരവുമായി വേറെയും നിരവധി ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. തിരുവനന്തപുരത്തെ 50 വർഷത്തെ ചരിത്രത്തിൽ UDF പിന്തുണയുള്ള മേയർമാര് ഉണ്ടായതും CMP നേതാക്കളായ MP പത്മനാഭനും അതിനു മുമ്പ് സ്റ്റാൻലി സത്യനേശ്വരനുമാണ്. ഈ നഗരവുമായിട്ടുള്ള ഞങ്ങളുടെ ആത്മബന്ധം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മബന്ധം കുറെ കൂടെ ശക്തമാക്കുന്നതിന് ഈ നഗരം നൽകിയ സ്നേഹത്തിനും കരുതലിനും ആദ്യമായി ഞാൻ ഇവിടുത്തെ വോട്ടർമാർക്കും ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി പറയുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രൂപീകരണം നടന്നത് 80-ലാണ്. 80-ൽ അന്ന് SFIയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ നായനാർ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ 80 തൊട്ട് ഈ നഗരത്തിൽ ഞാനും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി SFI പ്രസിഡന്റായി ഇവിടെ ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ ആദ്യ ദിനങ്ങൾ മുതൽ ആ മുന്നണിയുമായി വളരെ അടുത്ത ബന്ധം മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായിട്ട് എനിക്കുണ്ട്. എന്നാൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ CPMനോ ഇടതുമുന്നണിക്കോ ഒരു പുതുമയല്ല. CPMന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇതിന് ഏറ്റവും വലിയ കക്ഷിയായി വരാൻ കഴിഞ്ഞു. 67-ൽ സപ്തകക്ഷി മുന്നണി ഉണ്ടായി. പക്ഷെ 69-ൽ അച്യുതമേനോൻ ഭരണത്തിന് ശേഷം ഭരണം നടക്കുമ്പോൾ പരാജയപ്പെട്ടു. 77-ൽ നിശേഷം പരാജയപ്പെട്ടു. 17 സീറ്റ് മാത്രമാണ്. ഒരർത്ഥത്തിൽ ഇന്നത്തെക്കാൾ കുറഞ്ഞ സീറ്റാണ് അന്ന് CPMന് ലഭിച്ചത്. പക്ഷെ അതേപോലെ തന്നെ അന്ന് പാർലമെന്റിൽ ഒരു സീറ്റും ലഭിച്ചില്ല. ഞങ്ങളൊക്കെ സജീവമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് ഗൗരിയമ്മയും ചാത്തുണ്ണി മാസ്റ്ററും എല്ലാം പരാജയപ്പെട്ടിരുന്നു. എങ്കിലും അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPM പിടിച്ചു നിന്നിരുന്നു. ഒട്ടൊക്കെ കുറഞ്ഞുപോയി എങ്കിൽ പോലും ശക്തി കേന്ദ്രങ്ങൾ കുലുങ്ങാതെ നിന്ന പരാജയങ്ങൾ മാത്രമാണ് CPMനുണ്ടായിട്ടുള്ളത്. ഇനി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിന്റെ കുറവുണ്ടായി എന്നല്ലാതെ മറ്റു പ്രതിസന്ധികൾ 77 കാലത്തുണ്ടായില്ല. പിന്നീടൊരു കുലുക്കമുണ്ടായത് 87-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CMPയുടെ രൂപീകരണത്തോടു കൂടി അഴീക്കോട് മണ്ഡലം എന്ന CPMന്റെ ശക്തി കേന്ദ്രത്തിൽ 13,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് MVR ജയിച്ചു. ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന തളിപ്പറമ്പിൽ CMP അന്ന് പരാജയപ്പെടുന്നത് 2,000 വോട്ടിനാണ്. CP മൂസാൻകുട്ടി. ഇന്ന് ചർച്ചയിൽ നിൽക്കുന്ന നമ്മുടെ പയ്യന്നൂരിൽ അന്ന് 7,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായുള്ളൂ.
സാക്ഷാൽ തൃക്കരി ഇന്നും വലിയ ചർച്ചയായിട്ട് തൃക്കരിപ്പൂരിൽ അന്ന് നായനാർക്ക് 6000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായി. പക്ഷെ പൊതുവിൽ ഇടതു മുന്നണി ജയിച്ചതുകൊണ്ട് ഉത്തര കേരളത്തിലെ ആ ക്ഷീണം, ആ കുലുക്കം അറിയാതെ പോയി. പൊതുവിൽ ഇടതു മുന്നണിക്ക് മുഖ്യമന്ത്രിയും ഉണ്ടായി. പക്ഷെ ഇന്ന് 87-ന് ശേഷം 77-ലെ പരാജയം, 87-ലെ വിജയം, എന്നാൽ ഉത്തര കേരളത്തിൽ 87-ലെ പരാജയം, ഇന്ന് ജയിച്ച 12 സീറ്റുകളിൽ പരാജയപ്പെട്ടു. ആ 87-ലെ പിടിച്ചു കുലുക്കലിന് ശേഷം, അറിയാതെ പോയ ആ പ്രതിസന്ധിക്ക് ശേഷം ഇന്നിപ്പോ 2006-ലേക്ക് വന്നപ്പോൾ തൃക്കരിപ്പൂര് തോൽക്കുന്നു, പയ്യന്നൂർ തോൽക്കുന്നു, തളിപ്പറമ്പ് തോൽക്കുന്നു, തൊട്ടുമുകളിൽ ഉദുമ തോൽക്കുന്നു, കാഞ്ഞങ്ങാട് പിടിച്ച് ഇളകുന്നു. എന്തിനു പറയുന്നു? ഉത്തര കേരളത്തിൽ ആകെ ഒരു CPM വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി 6 റൗണ്ടുകളിൽ പുറകിൽ പോയി. മട്ടന്നൂരിൽ ന്യായമായ ഭൂരിപക്ഷമുണ്ട് എന്ന് തോന്നുമെങ്കിലും 65,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കുത്തനെയിടി. എല്ലായിടത്തും നമുക്കത് കാണാൻ സാധിക്കും. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ഇടതുമുന്നണിയുടെ നെടുങ്കോട്ടകളായിരുന്ന എലത്തൂര്, പേരാമ്പ്ര, ബാലുശ്ശേരി മണ്ഡലങ്ങൾ പരാജയപ്പെട്ടു. കുറ്റിയാടിയും നാദാപുരവും തൂത്തെറിയപ്പെട്ടു. വടകര അതിഭയങ്കരമായ ഭൂരിപക്ഷത്തിന് ജയിച്ചു. TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വിജയിച്ച മണ്ഡലമാണ് വടകര എന്ന് മനസ്സിലാക്കണം. CPM വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ കൊലപാതകത്തെ പാർട്ടിക്കകത്ത് അവർ ന്യായീകരിച്ചത്. പക്ഷെ ഇന്ന് TP ചന്ദ്രശേഖരന്റെ ചരമദിനത്തിൽ വന്ന വാർത്ത, തെരഞ്ഞെടുപ്പ് വാർത്ത, ആ പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കും എന്ന് ഞാൻ കരുതുകയാണ്. മലപ്പുറത്ത് 1 സീറ്റ് പോലും ഇല്ലാതായി. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പാലക്കാട് ശക്തമായ ഇളക്കമുണ്ടായി. 3 MLA-മാർ ജയിക്കുകയാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ മറ്റൊരു ശക്തി കേന്ദ്രമാണല്ലോ ആലപ്പുഴ. 27,000 വോട്ടിന് G. സുധാകരൻ വിജയിക്കുകയാണ്. ഈ വേദിയിൽ ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം G. സുധാകരനുമായി ഞാൻ വേദി പങ്കിട്ടിരുന്നു. ഇറങ്ങുന്ന സമയത്ത് നിങ്ങളും ചോദിച്ചു, ഞാൻ സ്വകാര്യമായിട്ട് ചോദിച്ചു, സഖാവേ ജയിക്കില്ലേ? പിന്നെ ഞാൻ എന്തായാലും ജയിക്കും. അമിതമായൊരു ആത്മവിശ്വാസമാണോ എന്ന് എനിക്ക് പോലും തോന്നിയിരുന്നു. പക്ഷേ G. സുധാകരൻ ആരാണെന്ന് CPM-ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്തരത്തിൽ PK ശശി അവിടെ പരാജയപ്പെട്ടെങ്കിലും PK ശശിയുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിറ്റൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഉണ്ടായ തിരിച്ചടിയാണ്, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലുണ്ടായ തിരിച്ചടിയാണ് ഇന്ന് ചിറ്റൂരിലെ പരാജയത്തിന്റെ കാരണമായി തീർന്നിരിക്കുന്നത്. തിരുവിതാംകൂറിലും ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം പോലും CPM-ന് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം പറ്റാറുള്ള CPM പരാജയപ്പെട്ടു. വട്ടിയൂർക്കാവിൽ ഇതേപോലെ തന്നെ ആനുകൂല്യം ഇപ്പോൾ ലഭ്യമല്ല. കഴക്കൂട്ടത്തും ലഭ്യമായില്ല. ചാത്തന്നൂരിൽ BJP വിജയിച്ചിടത്തും ശക്തമായ ത്രികോണ മത്സരമുണ്ടായി. ഇതിനു മുൻപും ഉണ്ടായപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്ത് പോയതിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അവർ. പക്ഷെ അത് അവരുടെ കരച്ചിലിന്റെ മുമ്പുള്ള ചിരിയായിരുന്നുവെന്ന് ഇപ്പോ വ്യക്തമായി. കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ കൈകൊട്ടിച്ചിരിച്ച ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് മരണ വീട് പോലെ ശോകമുഖമായിരിക്കുകയാണ്. ആത്യന്തികമായ പ്രഹരം BJP-യിൽ നിന്നും അവർക്ക് ആ കേന്ദ്രങ്ങളിൽ കിട്ടിയിരിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നരുത്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഇടതുപക്ഷ ബോധ്യങ്ങളുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുണ്ട്, ഇടതുപക്ഷ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മുന്നണിക്ക് കുത്തകയായിട്ട് കൊടുത്തിട്ടുള്ളതല്ല. അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സമീപനമാണ്. അവരുണർന്ന് ചിന്തിക്കണം. ബംഗാളിൽ CPM മുഴക്കിയ മുദ്രാവാക്യമുണ്ട്. അതിന്റെ ഹിന്ദി വെർഷൻ ഇതാണ്: പഹലെ
റാം പീച്ചെ ഭാം എന്ന് പറഞ്ഞാൽ ആദ്യം റാം എന്ന് പറയുന്നത് BJPയുടെ ഒരു നിക്നെയിമാണ്. ആദ്യം BJP വരട്ടെ, പീച്ചെ പുറകിൽ, ഭാം ഇടതുപക്ഷം വന്നോളും എന്നാണ്. എന്താണ് സംഭവിച്ചത്? ഇപ്പോ റാം വന്നിരിക്കുകയാണ് അവിടെ. BJP റോട്ടിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ബംഗാളിന്റെ വീഥികൾക്ക് തീ പിടിച്ചിരിക്കുകയാണ്. CPMന്റെ ഭാഗ്യവശാൽ ഞാനതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ ബംഗാളിൽ പോയിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നു. ഒരു സീറ്റെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വ്യക്തിപരമായി, സംഘടനാപരമായി ഞങ്ങളുടെ സഹോദര പാർട്ടിയായ പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം ബംഗാളിൽ സജീവമാണ്. അവരെല്ലാം ഒരു CPMനെ എതിർക്കുന്നവരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പാടെ തുടച്ചു നീക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. 1977 ശേഷം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ചുരുങ്ങിയത് ത്രിപുരയിലെങ്കിലും ഉണ്ടായിരുന്നു. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരില്ലാത്തൊരു കാലം 1977 ശേഷം, ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം സംഭവിച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാകും ഇന്ത്യയിൽ എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. ഇന്ത്യൻ ലെഫ്റ്റിനോട് ഞാൻ ഇന്ന് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ ലെഫ്റ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തല ഉയർത്തി നോക്കണം. എന്ത് സംഭവിച്ചു? ലോകത്തെമ്പാടും ലെഫ്റ്റ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലെഫ്റ്റ് ഡിക്ലൈൻ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് റിനൈസൻസ്, ഒരു ഇടതുപക്ഷ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാതെ വയ്യ. പക്ഷെ അത് സ്റ്റാലിനിസ്റ്റ് ആയിരിക്കുകയില്ല. അതൊരു ന്യൂ തിങ്കിങ്, ഒരു നവചിന്ത ഇടതുപക്ഷ പ്രസ്ഥാനം ലോകത്തെമ്പാടും വളർന്നു വരും. അതെങ്ങനെയാകുമെന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലാണ് ജനാധിപത്യ ലോകത്ത് ഏറ്റവും നീണ്ട പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലാണുള്ളത്. ഇപ്പൊ തന്നെ നമ്മൾ 50 വർഷത്തോളമായിട്ട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഭരണത്തിൽ പരിചയമുള്ള, ജനാധിപത്യ ഭരണത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോളം പരിചയമുള്ള ആരും ലോകത്തെവിടെയും ഇല്ല. അതുകൊണ്ട് ജനാധിപത്യ ലോകത്ത് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തണം, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ പ്രായോഗികമായി കൊണ്ടുവരാൻ യത്നിക്കണമെന്നതിനെ സംബന്ധിച്ച ഒരു തുറന്ന ചർച്ചയ്ക്ക് CPMഉം CPIയും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ മീറ്റ് ദ പ്രസിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. അന്ന് CPMന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഈ നിലയിലാണെങ്കിൽ CPMന്റെ ഭാവി അങ്ങനെ CPMന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വർത്തമാനമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഭാവി നന്നാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ നന്നാകണമെങ്കിൽ തുറന്ന് ചിന്തിക്കണം, തുറന്ന് തെറ്റുകൾ തിരുത്തണം. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ബംഗാളിൽ, ഞാനും ആ സമയത്ത് അവിടെ 1-2 യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. അവിടെ വന്ന പത്രങ്ങളിൽ കണ്ട വാർത്ത, എന്നാണോ ബംഗാളിലെ ജനങ്ങൾ CPMന്റെ തെറ്റിന് മാപ്പ് കൊടുക്കുന്നത്, അന്ന് CPM തിരിച്ചു വരുമെന്ന് MA ബേബി പറഞ്ഞാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യാണ്. അന്ന് കേരളത്തിലെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ MA ബേബി നേതൃത്വം കൊടുക്കുമോ? അതാണ് എന്റെ ചോദ്യം. ധീരമായ നേതൃത്വം കൊടുക്കാൻ ബേബിക്ക് സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ പേടിച്ച് നിൽക്കരുത്. ആ നിഴലിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടട്ടെ. ഒരു വ്യക്തികളല്ലാരും, ഞാൻ രണ്ടുപേരെയും വ്യക്തികളായിട്ടല്ല. CPIMന്റെ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യ ഭരണ പരിചയമുള്ള പാർട്ടിയാണ്. പണ്ട് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, വളരെ പണ്ട്. ഇപ്പൊ CPMഉം CPI ആണ്, പ്രത്യേകിച്ച് CPM ആണ്. ജനറൽ സെക്രട്ടറിയായ ശേഷം 3-ാം നിലയിലാണ് ഇരുന്നത്.
എവിടെ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരിക്കലും അതല്ല നോക്കുന്നത്. ഓ ഓ ഇപ്പൊ തെക്ക് നിരക്കിലെ പെട്ടതായിരിക്കും. ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ ഇയാള് പ്രവീൺ പറഞ്ഞ പോലെ ആ ഒരു കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മന്ത്രിസഭയിൽ ഉണ്ടാവും. അത്തരത്തിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചർച്ചകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, അതൊക്കെ ഇപ്പൊ വരുന്നല്ലേ ഉള്ളൂ. കാരണം നമുക്ക് പിന്നെ CMPയെ സംബന്ധിച്ചിടത്തോളം UDF ഏറ്റവും സീനിയർ അല്ലെങ്കിൽ ഏറ്റവും പഴയ ഒരു ഘടകകക്ഷിയാണ് CMP. UDF തത്വം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ ആണ്. അതെ, തീർച്ചയായിട്ടും ഞാൻ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചത് അതാണ്. ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ കാലത്തും CMP. ഒരു ഇടതുപക്ഷ ലോകത്തുള്ള വളരെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം ആവേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ട്രോളരുത്, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈവൻ ബംഗാളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ CMP രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഓഫീസിൽ അതൊരു തമാശയായിട്ടാണ്. ഇപ്പൊ എല്ലാം ട്രോളാണല്ലോ, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ കടപ്പ ഡിസ്ട്രിക്റ്റിൽ അവിടെ ഒരു CMP യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ആകെ രൂപീകരിക്കുന്നതല്ല. അപ്പൊ അതിന്റെ അർത്ഥം ആളുകൾ ഒരു പുതിയ തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നോക്കുന്നുണ്ട്. ഇപ്പോ കേരളത്തിൽ തന്നെ CPM-ൽ നിന്നും വിട്ടുപോകുന്ന MLA-മാരുടെ ഒരു നീണ്ട നിര ഇപ്പൊ അസംബ്ലിയിൽ എത്തിയിരിക്കുകയാണ്. അതിൽ കോൺഗ്രസിൽ ചേർന്നവരുമുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുമുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ ചേർന്നവരാണ് ഇപ്പൊ MLA ആയില്ല എങ്കിലും ഐഷ പോറ്റി പോലുള്ള ആളുകൾ. അസമയം ഇൻഡിപെൻഡന്റ് ആയി നിന്ന ആളുകളൊക്കെ ജയിച്ചു. G. സുധാകരൻ ജയിച്ചു, TK ഗോവിന്ദൻ ജയിച്ചു, കുഞ്ഞകൃഷ്ണൻ ജയിച്ചു, അല്ലേ? PK ശശി പരാജയപ്പെട്ടു. അപ്പൊ 4 പേരിൽ 3 പേരും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിശാല മുന്നണിയാണ്. ഈ ഒരു അർത്ഥത്തിൽ CMPയെ കുറിച്ചാണല്ലോ ചോദ്യം. CMPയും CMPയുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ജനങ്ങളും അവര് ഒരുമിക്കണം. ഇപ്പൊ RMP ഞാൻ വിട്ടുപോയത്, RMP നേരത്തെ തന്നെ ഉണ്ട്. അപ്പൊ അവരെല്ലാം ഒരുമിച്ച്, ഇപ്പൊ ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, എല്ലാവരും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ്, ജനങ്ങൾ, കർഷകർക്ക് വേണ്ടിയാണ്, ഇടത്തരക്കാർക്ക് വേണ്ടിയാണ്. അവരുടെ ജെനുവിനായിട്ടുള്ള, അവരുടെ ഏറ്റവും ജീവത്തായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, അതും ജനാധിപത്യപരമായി. ഇന്നിപ്പോ പണ്ടൊക്കെ സുജനമര്യാദകൾ എന്നാണ് പറയുക. സുജനമര്യാദകൾ പൊതുജന മര്യാദകളാണിപ്പോ. അത്തരത്തിലുള്ള വളരെ ഈവൻ എറ്റിക്കറ്റ്സ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാലമാണ്. ആ തരത്തിൽ എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് CMPയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇത്. അത് നല്ലൊരു ചോദ്യമാണത്. തിരുവനന്തപുരം നഗരത്തിൽ, ഞാനിവിടെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പൗരനാണല്ലോ. 27 കൊല്ലമായിട്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നു. 35 ഏതാണ്ട് 40 കൊല്ലമായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ലോ കോളേജ് ജംഗ്ഷനിലും ജഗതിയിലും പിന്നെ തൈക്കാടും DPIയിലും ഒക്കെ പാളയത്തൊക്കെ താമസിച്ച ഒരാളാണ് ഞാൻ. പല വീടുകൾ, 7 വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ആദ്യത്തെ പ്രശ്നം കുടിവെള്ളമാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിശയിക്കും. ഇവിടെ കുടിവെള്ളം ഇല്ല. പക്ഷെ കുടിവെള്ളം ഇല്ലാത്ത കാര്യത്തിൽ ഒരു വിവേചനമില്ല, ആർക്കും ഇല്ല. രാജാജി നഗറിൽ, നിങ്ങളുടെ തൊട്ടു താഴെയുള്ള രാജാജി നഗർ താഴ്ന്നു കിടക്കുന്ന സ്ഥലമല്ലേ, ഊറ്റുകുഴി എന്ന സ്ഥലത്തിന്റെ പേര്, ഊറ്റുള്ളൊരു സ്ഥലമാണത്. അവിടെ കുടിവെള്ളം ഇല്ല.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും കുടിവെള്ളമില്ല. വേണ്ടത്ര വാർത്തകളിൽ അത് വന്നിട്ടില്ല. അവരുടെ വീടുകളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിന്റെ ചുമര് മാതിരിയാണ്. ഒരു കിടത്തിവെച്ച ഫ്ലാറ്റാണല്ലോ അഗ്രഹാരം. എല്ലാം ഈ ഫ്ലാറ്റുകളും അഗ്രഹാരങ്ങളാണെന്ന് നമ്മൾ ഓർക്കാറില്ല. എന്റെ വീടും അടുത്ത ആളുടെ വീടും ഒന്നും ചുമരല്ലേ. അപ്പൊ അങ്ങനെ ഒരു പരത്തി വെച്ച ഒരു ഹൊറിസോണ്ടൽ ഫ്ലാറ്റാണ് ഈ അഗ്രഹാരങ്ങൾ. അവിടെ സമ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുഴൽ കിണർ കഴിക്കാനോ ഒന്നും പറ്റില്ല. 2 സെന്റ് 3 സെന്റ് 4 സെന്റാണ്. വെള്ളം കിട്ടുന്നില്ല. രാജാജി നഗറിലും വെള്ളം കിട്ടുന്നില്ല. കരിമടം കോളനിയിൽ ഒരു വനിത എന്നോട് പറഞ്ഞത് 3-ാം നിലയിലേക്ക് 2 കുടം വെള്ളവുമായിട്ട് കയറണം. ഇപ്പൊ പ്രതീക്ഷ പ്രത്യാശ എന്നുകൊണ്ട് 2 ഭവന പദ്ധതികൾ കടപ്പുറത്ത് വന്നിട്ടുണ്ട്. നല്ല വീടുകളാണ്. കഴിഞ്ഞ ഗവൺമെന്റുള്ള സമയത്ത് പണിതായതൊക്കെ മോശമൊന്നുമല്ല. ഡ്രെയിനേജിന്റെ ചില പ്രശ്നമൊക്കെ ഉണ്ട്. എങ്കിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഇഷ്ടമായി അത്. പക്ഷേ 2-ാം നിലയിൽ വെള്ളം കിട്ടുന്നില്ല. 2 നിലയേ ഉള്ളൂ. 2-ാം നിലയിലേക്ക് വെള്ളം ചുമന്നുകൊണ്ട് പോവാന്ന് പറയുന്നാൽ എപ്പോഴും വെള്ളം എന്ന് പറയുന്നത് സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഈ വെള്ളമൊക്കെ കൊണ്ടുവരേണ്ടത് സ്ത്രീകളാണെന്നുള്ള ഒരു ധാരണയാണ് പുരുഷന്മാർക്കുള്ളത്. സ്ത്രീകൾ കുടമായിട്ട് വെള്ളത്തിൽ എടുത്ത് കയറുകയാണ്. വെള്ളമില്ല, കരിമണത്തില്ല, പ്രത്യാശയിലില്ല. പ്രത്യാശയിൽ എപ്പോഴും ഇല്ലെങ്കില്ല. ഇന്നലെ ഞാൻ ചെന്നപ്പോ ഇല്ല. രാജാജി നഗറിലില്ല. എന്തിന്? വഴുതക്കാട് ഒരു വാട്ടർ വർക്ക്സ് ഏറ്റവും അടുത്ത സ്ഥലം. വഴുതക്കാട് വാർഡിലാണല്ലോ ഈ വാട്ടർ വർക്ക്സ് നിൽക്കുന്നത്. അവിടെയും വെള്ളമില്ല. എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് 26-ാമത്തെ കൊല്ലാണ് താമസിക്കുന്നത്. 93 വാങ്ങിച്ചതാണ് അവിടെ. ഒരിക്കലും അവിടെ വെള്ളമില്ലായിരുന്നിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഈ മഴവെള്ള സംഭരണിയും ഒക്കെ അത് പണിയുമ്പോൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം മഴവെള്ളമാണ്. രണ്ടാമത്തത് ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മനോരമയുടെയും ദേശാഭിമാനിയുടെയും ഒക്കെ പുറകിലുള്ള ഒരു തോടില്ലേ, ആ ഭാഗം ഇന്നലെ ഇടിഞ്ഞു വീണു. പത്രങ്ങളിൽ വാർത്ത വന്നോന്ന് എനിക്കറിയില്ല. ഞാനവിടെ പോയിരുന്നു. അവിടെ 10 കൊല്ലമായിട്ട് ഒരു തരത്തിലുള്ള ക്ലീനിങ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് ചവറ് വലിച്ചിടാൻ എറിയാൻ പാടില്ല എന്നുകൊണ്ടൊരു ഒരു വല വെച്ചിട്ടുണ്ടല്ലോ, ഇരുമ്പിന്റെ നെറ്റ്, അതും കൂടുതലേക്ക് വീണു. ഇപ്പൊ ഞാനവിടെ ചെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റുകാരെ വിളിച്ചു വരുത്തി. അത് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തോടുകൾ ഏതാണ്ട് 18 കിലോമീറ്റർ തോട്, ഈ മണ്ഡലം മാത്രമല്ല 18 കിലോമീറ്റർ തോടുകൾ, പട്ടംതോട്, മാമേഴഞ്ചാൻ തോട്, പിന്നെ അതിന്റെ ട്രിബ്യൂട്ടറീസ് എല്ലാം ഉണ്ട്. മുഴുവൻ മലിനജലം കൊണ്ട് നിറഞ്ഞ് ചവറ് നിറഞ്ഞു കിടക്കുകയാണ്. ആ തോടുകൾ കഴിയുന്നത്ര വഞ്ചൂർ കോടതിയുടെ മുമ്പിൽ ചെയ്തതുപോലെ അത് കവർ ചെയ്യണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു നടപ്പാതയായിട്ട് മാറും. വലിയ വണ്ടിയൊന്നും പോവില്ല. സൈക്കിൾ പാത്ത്, യെസ്, യു ആർ റൈറ്റ്. നമ്മുടെ നല്ലൊരു ഐഡിയ ആണ് അത്. ഈ തോട് മുഴുവൻ നമുക്ക് സൈക്കിൾ ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ ആ തരത്തിലുള്ള ഒരു അജണ്ട ഞാൻ എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തുടങ്ങണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് ഹൗസിംഗ് ആണ്. ഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ദിവസവും പോകുന്നതാണ്. ഇപ്പൊ ഞാൻ മത്സരിച്ചപ്പോഴാണ് ഡോർ ടു ഡോർ പോയത്. അറിയാത്ത കാര്യമൊന്നുമല്ല. ഇപ്പൊ രാജാജി നഗർ 12.5 ഏക്കർ സ്ഥലമാണ്. അവിടെ 6000 പേരാണ് താമസിക്കുന്നത്. 1200 വീടുണ്ട്. നിങ്ങളുടെ തൊട്ട് താഴെയാണ്. 1200 വീട് 12.5 ഏക്കർ സ്ഥലത്ത്. ഒരാൾക്ക് പിന്നെ ഭൂപരിഷ്കരണ നിയമപ്രകാരം തന്നെ 15 ഏക്കർ കൈവശം വയ്ക്കാം. അവിടെ 1200 വീടാണ് ഇരിക്കുന്നത്. 1200 ഭവനങ്ങൾ, 6000-ലധികം ആൾക്കാർ അവിടെ ജീവിക്കുകയാണ്. അവരുടെ ഹൗസിംഗ്, അവരുടെ മാത്രമല്ല, മുട്ടത്തറ ഹൗസിംഗ് ഒരു ശ്രമമായിരുന്നു. പക്ഷെ പ്രത്യാശ ഹൗസിംഗ് നല്ലതാണ്. പക്ഷേ അവിടെ മുട്ടത്തറയല്ല, നമ്മുടെ കരിമളത്തെ 3 നില ഹൗസിംഗ് പരാജയമാണ്. അപ്പൊ ഹൗസിംഗ് ഒരു വലിയ പ്രശ്നമാണ്. അതിന് എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഒരു മാസത്തെ എൻ്റെ പരിചയം കൊണ്ട് 1.5 മാസത്തെ ഈ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഹോംലെസ്നെസ് ഇവിടെ അഡ്രസ് ചെയ്യണം. ഭവനരാഹിത്യം, ഭൂരാഹിത്യമല്ല. നഗരങ്ങളിൽ ഭൂരാഹിത്യം എന്ന് പറയാൻ പറ്റില്ല. ഭവനരാഹിത്യം.
അഡ്രസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ അഴുക്ക് അതും ഈ വീട് ഇന്നലെ ഇടിഞ്ഞു വീണ തോടിന്റെ അടുത്ത് ഒരു ചുമട്ട് തൊഴിലാളി ഒരു വീട് വെച്ചിട്ടുണ്ട്. അതിന് പാല് കാച്ചിട്ടില്ല, പക്ഷെ അവിടെ ഇരിക്കുമ്പോഴുള്ള നാറ്റം. അപ്പൊ അവിടുത്തെ എക്സ്പെർട്ടുകൾ വന്നു അവിടെ നിന്ന് ഒരു ഇത് H2S ആണ്, ഇത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഈ ഹൈഡ്രജൻ സൾഫൈഡ് വെള്ളത്തിൽ കലർത്തിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ ഫ്യൂമാണ് ഈ നമ്മൾ ശ്വസിക്കുന്നത്. നമ്മളതിനെ നാറ്റം എന്നൊരു ഓമന പേരിട്ട് വിളിക്കുകയാണ്. അതൊരു ആസിഡ് ഫ്യൂമാണ്. ഇതൊക്കെ നമ്മൾ ഈ നഗരവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യണം. ഇത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ ഇതാണ്. ഒപ്പം തന്നെ ഈ മണ്ഡലത്തിലാണ് എയർപോർട്ട്, ഈ മണ്ഡലത്തിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, കൊച്ചുവേളിയും അതെ, തമ്പാനൂരും അതെ, നേമം സൗത്ത് അപ്പുറത്താണ്. അതേപോലെ തന്നെ KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ മണ്ഡലത്തിലാണുള്ളത്. അപ്പൊ അതിന്റെ എല്ലാ മെച്ചപ്പെടുത്തലുകളും കാര്യങ്ങളും ഒരു MLA എന്ന രീതിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നതല്ല, കേന്ദ്രത്തിന്റെയും എല്ലാം ഉള്ള വിഷയമാണ്. വെള്ളക്കെട്ട്, ഒരു ഭാഗത്ത് വെള്ളക്ഷാമം, മറുഭാഗത്ത് വെള്ളക്കെട്ടിനെ എങ്ങനെ നേരിടാമെന്നുള്ളതും വളരെ അടിയന്തരമല്ല. മഴ പെയ്യാൻ പോവാണ്. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോഴാണ് വലിയ മഴ പെയ്യല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആദ്യമേ ഈ വർഷമെങ്കിലും വലിയ മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. എന്തായാലും എപ്പോ മഴ പെയ്താലും അവിടെ വെള്ളം കയറും. അപ്പൊ അവിടെയുള്ള കുളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പാത്രക്കുളം അടഞ്ഞു കിടക്കുന്നു. മാഞ്ഞാലിക്കുളം ഇപ്പൊ നമുക്ക് റോഡാണ്, മാഞ്ഞാലിക്കുളം അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ജലസ്രോതസ്സുകളൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ജഗതി കുളം അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു വെള്ളക്കെട്ടധികമില്ല. അതേപോലെ തന്നെ കിള്ളിയാറും വളരെയധികം പല സ്ഥലത്തും മലിനമായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഫാക്ടറി, യെസ്, അത് ഞാൻ പറയാൻ വിട്ടുപോയത്. ടൈറ്റാനിയം ഡയോക്സൈഡിനെ കുറിച്ച് നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ പ്രതിസന്ധിയിലാണ്. എങ്ങനെ ഒരു പ്രതിസന്ധിയിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുട്ബോൾ ടീം പോലും ഇപ്പോൾ അവിടെ ഇല്ല. 46 തുടങ്ങിയതാണ് CP. ആറ്റം ബോംബ് ഇട്ടതിന് സമയത്ത് തന്നെ CP യുടെ ടൈറ്റാനിയം ഉണ്ടാക്കിയാൽ ലോകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തിരുവിതാംകൂറിൽ നിൽക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോ ആറ്റം ബോംബ് വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ ടൈറ്റാനിയം ഉണ്ടാക്കിയിരുന്നു. ഐൻസ്റ്റീനെ വിളിച്ച ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ആറ്റം ബോംബും ഒക്കെ ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ടൈറ്റാനിയം ഇവിടെ ഉണ്ടാക്കി തുടങ്ങി, ട്രാവൻകൂർ ഗവൺമെന്റ്. അപ്പൊ ട്രാവൻകൂർ ടൈറ്റാനിയം ഇന്നിപ്പോ പൂട്ടിക്കിടക്കച്ച വളരെ വിഷമിച്ച് പോവുകയാണ്. അപ്പൊ അത് റിവൈവ് ചെയ്യണം ഒരു വ്യവസായം എന്ന രീതിയിൽ. റബ്ബർ വർക്ക്സ് ഒക്കെ എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. അപ്പൊ അത്തരം വ്യവസായങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനപ്പുറത്ത് പിന്നെ ഓരോന്നും നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ല. ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ആയുർവേദത്തിന്റെ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജുകൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജ് ഒന്നാണ് നമ്മുടെ ആയുർവേദ കോളേജ്. അതേപോലെ തന്നെ ഈ മണ്ഡലത്തിനകത്തല്ലെങ്കിലും ശിവകുമാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ്, അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ ശിവകുമാരുടെ ഇന്നലെ സംസാരിച്ചിരുന്നു. 100 കുട്ടികളുടെ സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ മണ്ഡലത്തിലാണ് റോഡിന്റെ അപ്പുറത്താണ് ജനറൽ ആശുപത്രി. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ആ മെഡിക്കൽ കോളേജ് ശിവകുമാറിന്റെ കാലത്ത് വന്ന മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ 1000 ഡോക്ടർമാർ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. 1000 ഡോക്ടർമാർ, അതിൽ 100 SC ഡോക്ടർമാർ, ഇമാജിൻ, ST ഡോക്ടർമാർ ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. അതാണ് ഈ ഗവൺമെന്റ് ഇല്ലാതാക്കിയത്, ഈ പിണറായി ഗവൺമെന്റ്. അപ്പൊ എന്താ അതെ, രണ്ടാം മെഡിക്കൽ കോളേജ് ഈ ടെക്നിക്കലി മണ്ഡലത്തിലല്ല എങ്കിലും മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അയ്യോ, അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല, അത് എക്സാജറേഷനാണ് എങ്കിൽ പോലും അതീവ ദാരിദ്ര്യം. ഇനി അതിദാരിദ്ര്യം എന്ന് പറയുന്നത് മുടക്കിയിട്ടുള്ളത് കൊണ്ട് അതീവ
ദാരിദ്ര്യം എന്താന്ന് കാരണം ഇപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് അതിദാരിദ്ര്യം എന്താന്ന് കാണണമെങ്കിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അതൊക്കെ ഒരു PR എക്സസൈസ് കൊണ്ട് എല്ലാം നേടാം എന്ന് കരുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു. ഞാൻ പല പത്രങ്ങളോടും പറഞ്ഞൊരു തമാശയാണെങ്കിലും ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കാൻ സമയമുണ്ടെങ്കിൽ പറയാം, 2 മിനിറ്റ് കൊണ്ട്. പണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നതിന് മുമ്പ് ഒരു വലിയ കളക്റ്റീവ് ഫാമിലേക്ക് അവിടുത്തെ അന്നത്തെ കമ്മിസാർ, ഇന്നത്തെ നമ്മുടെ മന്ത്രിമാർ, സഖാവ് മന്ത്രി പോയി. അപ്പോൾ അത് കൃഷിക്കാരോട് ചോദിച്ചു, അതിന്റെ ചുമതലക്കാരനായ സഖാവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഇവിടുത്തെ ആളുകൾ തമ്മിൽ ഐക്യമൊക്കെ എങ്ങനെയാണ്? അത് ഭയങ്കര ഐക്യമാണ്, എല്ലാവരും ഭയങ്കര സ്വർഗം പോലെ ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഒരു പ്രശ്നമില്ലേ? യാതൊരു പ്രശ്നമില്ലേ ഇവിടെ? യാതൊരു പ്രശ്നമില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത് നന്നായി, പക്ഷെ ഇവിടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കലാണല്ലോ നമ്മുടെ ജോലി. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അയ്യോ, ഉരുളക്കിഴങ്ങിന്റെ കാര്യം പറഞ്ഞാല് ഈ ഉരുളക്കിഴങ്ങിനെ കുന്നുകൂട്ടിയിട്ട് ദൈവത്തിന്റെ കാലിൽ അത് മുട്ടി എന്നുകൊണ്ട് പരാതി വന്നിരിക്കുകയാണ്. അക്കോ എത്തിയിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇച്ചിരി കാൽപ്പനികമാണെങ്കിലും ഈ നോട്ടക്കാരനായിട്ടുള്ള സീനിയർ സഖാവ് പറഞ്ഞു, സംഗതി ഉരുളക്കിഴങ്ങ് ഉണ്ടായത് നന്നായി, പക്ഷെ ഈ ദൈവത്തിന്റെ കാല് അതൊക്കെ നമ്മൾ സംഭാഷണങ്ങളിൽ ഒഴിവാക്കണം. സേവനം അറിയാലോ, ഈ ദൈവം എന്നൊന്നും ഒക്കെ ഒരു സങ്കല്പം എന്നുള്ളത് അറിയാമല്ലോ. അല്ല, എനിക്കത് അറിയാഞ്ഞിട്ടല്ല, എനിക്കും അതറിയാം, പക്ഷെ ഉരുളക്കിഴങ്ങ് ഒരു സങ്കല്പമാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ 750 ഫ്ലക്സ് ബോർഡുകള് ഈ ഹോർഡിങ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ തുടങ്ങി ഞങ്ങളിപ്പോഴും ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് പുതിയ UDF സർക്കാർ ഉണ്ടാവുക. ഇത് ഏതെങ്കിലും തരത്തിൽ സാധാരണ 5 പേരുണ്ട്. അതാ പറഞ്ഞത്, സാധാരണ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള ഒരു സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പൊ വിപ്ലവ പാർട്ടികളെ അല്ലെങ്കിൽ ആളുകളെയും കൂടെ, വിപ്ലവം കൂടുതലുള്ള ആളുകളെയും കൂടെ അക്കോപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പ്രതിസന്ധി? പ്രതിസന്ധി അല്ല, ഒരു സാധ്യതയാ. പ്രതിസന്ധി ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലല്ലോ. അല്ല, ഞാൻ CPയുടെ കാര്യമല്ലോ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം ഐക്യമുന്നണിയിൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ വലതുപക്ഷ ആളുകളായിരുന്ന ഒരു ഗവൺമെന്റ്, എല്ലാവരും നിയമസഭ. അതിലെന്താ പ്രതിസന്ധി? ഒന്നുമില്ല. ഇതാകും എന്നുള്ളതാണ്. ഇവരൊക്കെ ഇത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു മുന്നണിയാണ്. അതുകൊണ്ട് അതെ, അച്യുതമേനോൻ എന്താ ദോഷമല്ലേ? സാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്ന് CPM പറഞ്ഞത് അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന മുദ്രാവാക്യമാണ്. ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ചെറിയ കുട്ടികളായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ 8ാം ക്ലാസ് 7ലോ 8ലോ പഠിക്കുമ്പോൾ എൻ്റെ SFIയുടെ അന്ന് ഞങ്ങൾ KSF സെക്രട്ടറി പറഞ്ഞു, ഈ പരീക്ഷയ്ക്ക് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അച്യുതമേനോൻ എഴുതരുത്, പാർട്ടി അത് അംഗീകരിച്ചിട്ടില്ല, നമ്മൾ EMS എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ വിയോജിപ്പ് അന്ന് പറഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് അവിടെ ടീച്ചർ, ഹെഡ്മിസ്ട്രസ്. എനിക്ക് വീട്ടിൽ ചെന്ന് അടിയുള്ളൂ, ഞാൻ EMS എന്നേ എഴുതുള്ളൂ, അത് അച്യുതമേനോൻ എഴുതുള്ളൂ. അതില്ല, അത് അവരുടെ പ്രതിസന്ധിയാ, നമുക്ക് പ്രതിസന്ധി ഒന്നുമില്ല. എന്തോ സമയം എടുക്കാം, നമുക്ക് സംസാരിക്കാം, സമയമുണ്ടല്ലോ. എല്ലാവരും വരട്ടെ, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എല്ലാവരും. കാലത്തിന്റെ കാവ്യരീതി എന്നൊക്കെ പറയുന്നത് പോലെ NTRന്റെ ഒരു ബദൽ രേഖയുണ്ടല്ലോ, അന്ന് അത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇടതുപക്ഷം ഇപ്പം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ അത് അംഗീകരിക്കുന്നു, ആ ആശയത്തെ ഉൾക്കൊള്ളും. അപ്പൊ അത്തരത്തില് ആ ഒരു ആശയത്തിനുള്ള അംഗീകാരമായിട്ട് ഈ ഒരു ഇലക്ഷനെ അടയാളപ്പെടുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യം നമ്മൾ ചോദിച്ചത്. ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ടല്ലോ. MBR ഈ പറഞ്ഞതുപോലെ സമയമുണ്ടോ നമുക്ക് കേൾക്കാം. ഈ ബദൽ രേഖ എന്ന് പറഞ്ഞ 2 തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. നിങ്ങളെല്ലാം ജേർണലിസം പഠിച്ചവരാണ്. ഒന്ന് കറണ്ട് പൊളിറ്റിക്സ് ആണ്. അന്നത്തെ 84-ലെ കറണ്ട് പൊളിറ്റിക്സ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഓപ്പറേഷണൽ പാർട്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ട് യോജിക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിലത്തെ പ്രോബ്ലം. അവിടെയാണ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നയം ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് നയം? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ
നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനമാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാകുന്നത് എന്നതാണ് EMSന്റെ തീസിസ്. അല്ലാതെ ലീഗോ കേരള കോൺഗ്രസ്സായിട്ട് കൂടണ്ടേ എന്നുള്ളതല്ല. ഈ മണ്ഡലത്തിൽ, അത് ഈ മണ്ഡലത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന തിരുവനന്തപുരം ഈസ്റ്റിൽ 84 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളവർമ്മ രാജയ്ക്ക് 2ാം സ്ഥാനം കിട്ടി. 1ാം സ്ഥാനമല്ല, ഇടതു മുന്നണി 3ാം സ്ഥാനത്ത് പോയി. ഇത് കാണിക്കുന്നത് അഖിലേന്ത്യാ ലീഗ് ഈ മുന്നണിയിലുള്ളത് കൊണ്ടാണ് കേരളവർമ്മ രാജ 2ാം സ്ഥാനത്ത് വന്നത് എന്നൊരു തീസിസാണ് EMS വെച്ചത്. അതിന്റെ ബദലാണ്, ബദൽ രേഖ എന്നുകൊണ്ടൊരു രേഖയില്ല, അതൊരു വിയോജനക്കുറിപ്പാണ്. EMSന്റെ തീസിസിനോടുള്ള ഒരു ആന്റി തീസിസ് ആണ്. എന്താ ആന്റി തീസിസ് എന്ന് പറഞ്ഞാൽ, ന്യൂനപക്ഷങ്ങളുടെ സംഘാടനവും രാഷ്ട്രീയത്തിലെ ഇടപെടലും അല്ല ഭൂരിപക്ഷ വർഗീയതയുടെ റീസൺ, അതിന്റെ ഫൗണ്ടേഷൻ. അത് MVR എന്ന എഴുതിയ രേഖയിൽ പറയുന്ന പോലെ ഫൈനാൻസ് മൂലധനത്തിന്റെയും അതേപോലെ തന്നെ കുത്തക മൂലധനത്തിന്റെയും ഒരു രാഷ്ട്രീയ കുപ്പായമാണ് ഭൂരിപക്ഷ വർഗീയത, ഹിന്ദു വർഗീയതയല്ല. എല്ലാ രാജ്യങ്ങളിലെയും ഭൂരിപക്ഷ വർഗീയത അതാത് രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള ഭരണകൂട ശക്തികളുടെ ഒരു രാഷ്ട്രീയ കുപ്പായമാണ്. ഇതാണ് ആ കാര്യം ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പിലല്ല പ്രൂവ് ചെയ്തത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണോ നരേന്ദ്രമോദി ജയിച്ചത്? അല്ലല്ലോ. അതുകൊണ്ട് MVRന്റെ രേഖ നേരത്തെ തന്നെ പ്രൂവ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിപ്പോഴും അംഗീകരിക്കാൻ CPMന് പറ്റാതെ എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ദേ ആർ ഇൻ എ കൺഫ്യൂസ്ഡ് പൊസിഷൻ. തികച്ചും മാതൃകാപരമായൊരു ഭരണം കാഴ്ചവെക്കാൻ CP ജോണിനും UDF സർക്കാരിനും കഴിയട്ടെ. നല്ലൊരു കോയിലേഷൻ ഗവൺമെൻറ് ഭാവിയിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും എന്നല്ല, എല്ലാ ഭാരതീയർക്കും, എല്ലാ വിശ്വപൗരന്മാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾ നേരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.